ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം വിറ്റു. 2 സെൻറ്റ് സ്ഥലം ഞാൻ വിറ്റു. ഇനി എനിക്ക് ആ പെര നിൽക്കുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. പിന്നെ നാട്ടുകാരുടെ സഹായം, എൻ്റെ അയലത്തുള്ളവർ എന്തെങ്കിലും സഹായിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഡയാലിസിസിന് ഞാൻ വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഡയാലിസിസ് എനിക്കും എന്നെപ്പോലുള്ള സാധുക്കൾക്കും ഒരുപാട് ആശ്വാസമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. വളരെ സൗകര്യമായി. ഞങ്ങൾ പാവം പിടിച്ചവർക്കെല്ലാം വളരെ പ്രയോജനകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെടുന്നവരെയും കൈത്താങ് ആവശ്യമുള്ളവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നാടിന്റെ പുരോഗമനം സാധ്യമാകുന്നത്. അത്തരത്തിലൊരു നാട്ടിലാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലുള്ള മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. ഇവരുടെ ഈ മോട്ടോയിലെ പോലെ തന്നെ നിരാലംബർക്ക് ആലംബമായും നിരാശ്രയർക്കാശ്രയമായുമാണ് ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം. തീർത്തും സൗജന്യമായി. ഈ ഡയാലിസിസ് സെന്റർ മാത്രമല്ല, തൊട്ടപ്പുറത്തൊരു ലാബ് കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലാബിലും തീർത്തും മിതമായ നിരക്കിലാണ് ഓരോ ടെസ്റ്റും നടത്തുന്നത്. നമ്മൾ 2019 ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. 2019 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ നമ്മൾ 2025 കഴിയാറായി. നമ്മൾ ഒരു ദിവസം 10 ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം ചെയ്യുന്നവരും 3 ഡയാലിസിസ് വീതം ചെയ്യുന്ന പേഷ്യൻസുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. 1 രൂപ പോലും നമ്മൾ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറില്ല. മെഡിസിനും ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർജിക്കൽ എക്യുപ്മെൻറ്റ്സും നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ലാബ് നമ്മൾ തുടങ്ങിയത് 2024 ജൂലൈയിലാണിപ്പം. 1 വർഷം 1.5 വർഷത്തോളമായി തുടങ്ങിയിട്ട്. നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ലാബായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മറ്റുള്ള ലാബുകളിൽ നിന്ന് പകുതി പൈസ പോലും നമുക്കിവിടെ ആവുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്രമുക്തമാക്കി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എല്ലാവരെയും കൈപിടിച്ചുയർത്തുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിൽ വികസനം സാധ്യമാകുകയുള്ളൂ എന്ന്. നിരാലംബരായ, കയ്യിൽ പണമില്ലാത്ത നിരവധി ആളുകളാണ് ഇവിടെ വന്ന് ഈ ഡയാലിസിസ് സെൻ്ററിൽ ചികിത്സയെടുത്ത് മടങ്ങിപ്പോകുന്നത്. ഇവിടുത്തെ ഇപ്പം നമ്മൾ ഏതാണ്ട് 6-7 മാസമേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്. അതുവരെ CM-ലായിരുന്നു. CM-ൽ 1100 രൂപയും പിന്നെ മരുന്നും പിന്നെ ഓട്ടോ കൂലി ഇതെല്ലാം കൊടുത്താണ് നമ്മൾ ചെയ്തുകൊണ്ട്. ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം വിറ്റു. 2 സെൻറ്റ് സ്ഥലം ഞാൻ വിറ്റു. ഇനി എനിക്ക് ആ പെര നിൽക്കുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. എനിക്ക് ഞങ്ങൾ വയസ്സെന്നവരല്ല, ഇനിയിപ്പോൾ കൂലിവേലയ്ക്ക് പോലും പോകാനാവതില്ലാത്തവരായി. ഞങ്ങൾക്കൊന്ന് തല ചായ്ക്കാൻ അത്രയേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. വീടും നല്ലതല്ല, എല്ലാം മഴ പെയ്ത് ചോന്നൊലിക്കുന്ന. പിന്നെ 2 മുറിയുണ്ട്, അതിനകത്ത് ഞങ്ങൾ കഴിയും. അതെനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നാട്ടുകാരുടെ സഹായം, എൻ്റെ അയലത്തുള്ളവർ എന്തെങ്കിലും സഹായിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഡയാലിസിസിന് ഞാൻ വരുന്നത്. എനിക്ക് ഇവിടുത്തെ ഡയാലിസിസ് എനിക്കും എന്നെപ്പോലുള്ള സാധുക്കൾക്കും ഒരുപാട് ആശ്വാസമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ആശ്വാസമുള്ള ഒരു കാര്യമോ. വലിയ ആശുപത്രി പോയ രൂപ എത്ര കൊടുക്കണം? 1 വർഷം കൊണ്ടേ വരുന്നത്. ചികിത്സയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. വളരെ സൗകര്യമായി. ഞങ്ങൾ പാവം പിടിച്ചവർക്കെല്ലാം വളരെ പ്രയോജനകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. വളരെ 2 എണ്ണം സന്തോഷം. ഇങ്ങനെ സ്ഥാപനം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ സൗജന്യ ചികിത്സയാണ്. ഞാനിപ്പോൾ 4 വർഷം കഴിഞ്ഞു. പുറത്താകുമ്പോൾ 12,000 രൂപയാവും, 2000 കൂടുതലാവും. ഡയാലിസിസ് രൂപ കൊണ്ടുപോകണം. പിന്നെ അതിന് 1300 രൂപ കൊടുക്കണം. ഇവിടെ ഒന്നും വേണ്ട. പിന്നെ ആഴ്ച 3 ഡയാലിസിസ് ചെയ്ത് വരിക. പിന്നെ മരുന്നുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് ഒരുപാട് സഹായം. 1.5 വർഷം കൊണ്ട് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് വെളിയിൽ 5 പൈസ ഇല്ല ചിലവ്. ഇവിടെ ഒരു 5 പൈസയും ചിലവില്ല. പിന്നെ ഒരു ചെറിയ മരുന്ന് ഉണ്ട്, അതേ മാത്രമേ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാനുള്ളൂ. അല്ലാതെ യാതൊരു കുഴപ്പമില്ല. നല്ല സഹായം തന്നെ ഇവിടുന്ന്. ഒട്ടും സുഖകരമല്ലാത്ത കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് നന്നായി അറിയാം. പക്ഷേ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നാട്ടുകാരെ, സങ്കടപ്പെടുന്നവരെ എങ്ങനെയാണ് ഒരു നാട് ചേർത്ത് നിർത്തുന്നത് എന്ന് കാണിച്ചു തരാൻ കൂടി വേണ്ടിയാണ്. നാട്ടുവണ്ടി വോട്ട് യാത്ര ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്.